Hi guys, welcome back to my channel Look Beautiful with Nia. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വിഷു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. ഒരു ട്രഡീഷണൽ വേയിൽ ആണ് ഞാൻ ഈ വിഷു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ then please keep on watching. ഞാനിതിൽ ഐ മേക്കപ്പിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു ബോൾഡ് കാജൽ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫേസ് പ്രൈം ചെയ്യാണ്. പ്രൈം ചെയ്തത് നിവിയയുടെ ലോഷൻ വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് അത് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ അല്ല, ഞാനൊരു BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് SPF 30 ഉണ്ട്. ഇത് പോൺസിൻ്റെ സ്കിൻ വൈറ്റനിങ് BB ക്രീമാണ്. നമ്മൾ മലയാളീസിലേക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ BB ക്രീം ഓപ്റ്റ് ചെയ്തത്. അതിനുശേഷം ഞാനതിൻ്റെ വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇതൊരു വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ ആകുമ്പോൾ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആയിക്കോളും. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും അതിന്. ഇത് ഞാൻ കുറച്ച് കൺസീൽ ചെയ്യുന്നുണ്ട് അണ്ടർ ഐസ്, പിന്നെ എൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയാസിലും ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻറ്റ്സിലും ഒക്കെ ഞാനത് കൺസീൽ ചെയ്യുന്നുണ്ട്. then അത് ഞാൻ അഗെയിൻ വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതൊരു ഫ്ലോലെസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ മുന്നിൽ. ഇത് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് 2 ഷെയ്ഡ് വെച്ചിട്ട് ഒരു ആംഗിൾ ലൈനർ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ബട്ട് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ലുക്ക്. ദെൻ ഞാനൊരു ഐബ്രോ ബ്രഷ് വെച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ആ സെയിം പാലറ്റിൽ തന്നെ ആ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു കുറച്ച് വലിയ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ക്രീസിൽ അപ്ലൈ ചെയ്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഷെയ്ഡ് എടുത്തിട്ട് കുറച്ച് ചെറിയ ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഒരു 70 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് ഞാനത് ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സെയിം കോണ്ടർ ഷെയ്ഡ് തന്നെയായിട്ട് രണ്ട് ഐസിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ഞാനൊരു കുറച്ചൊരു ഷിമ്മറി ആയിട്ടുള്ള ഷെയ്ഡാണത്, അതെടുത്തിട്ട് ഐലിഡ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ചൊരു ഗോൾഡൻ ഉള്ളൊരു ഷെയ്ഡാണത്. പിന്നെ നമ്മുടെ സാരിക്ക് ഒരു ഗോൾഡൻ കളർ അല്ലേ കോമൺ ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ ആ ഹൈലൈറ്റ് ഷെയ്ഡിലും കുറച്ചൊരു ഗോൾഡൻ ഫിനിഷ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ അത് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫിനിഷ്ഡ് ഐ മേക്കപ്പ് ലുക്ക്. അതിനുശേഷം ഞാൻ ആ സെയിം ഹൈലൈറ്റർ ഷെയ്ഡ് തന്നെ ഐബ്രോസിന് താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ആ ഫുൾ ഐ മേക്കപ്പ് ഒന്ന് നന്നായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ദെൻ ഞാൻ കണ്ണെഴുതുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഐ കാർഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മസ്കാര ഇടുകയാണ്. മസ്കാര ജനറസ് എമൗണ്ട് ഓഫ് മസ്കാര ഇടുകയാണ്. അപ്പോൾ അതൊരു നല്ല ഡ്രമാറ്റിക് ലുക്ക് ഉണ്ടാവും. മുകളിലും താഴെയും ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് ബ്രോൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രോൺസ് ചെയ്ത് പൗഡറിങ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ സമ്മർ ആയതുകൊണ്ട് നന്നായിട്ട് വെറ്റാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പൗഡർ കോൺട്രിങ് ചെയ്യുന്നത്. ദെൻ എല്ലാ നോർമൽ പോയിൻറ്റ്സിലൊക്കെ പൗഡർ കോൺട്രിങ് ചെയ്യുന്നുണ്ട്. ദെൻ നോസിൽ മാത്രം ഞാൻ പ്രോ കൺസീലർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഫിംഗർ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ബ്ലഷ് ചെയ്യുന്നുണ്ട്, വളരെ ചെറുതായിട്ട് ബ്ലഷ് ചെയ്യുന്നുള്ളൂ. ദെൻ പിന്നെ സെയിം ഹൈലൈറ്റർ ഷെയ്ഡ് തന്നെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ നോർമൽ പോയിൻറ്റ്സിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്താൽ മതി. ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നത്, ആ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാത്തത്. ദെൻ പിന്നെ നമ്മൾ ബ്രൈറ്റ് കളേഴ്സൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിസ് ക്ലെയറിലെ നമ്പർ 55 ഉള്ള ഷെയ്ഡിലാണ്. ദെൻ പിന്നെ വിഷു മേക്കപ്പ് ആയതുകൊണ്ട് ഞാനൊരു ബിന്ദി വയ്ക്കുന്നുണ്ട്, ഒരു ബ്രൗൺ കളർ തൊട്ടാണ് വയ്ക്കുന്നത്. ദെൻ പിന്നെ ഞാൻ സിന്ദൂരം ഇടുന്നുണ്ട്. വിഷു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിന് ശേഷം ഞാൻ ചന്ദനം കുറി ഇടുന്നുണ്ട്. അപ്പോൾ അത് ഒരു കേരള സ്റ്റൈൽ കംപ്ലീറ്റ് ആവാൻ ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമെങ്കിൽ ദെൻ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ. ലുക്ക് ബ്യൂട്ടിഫുൾ.